ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും എടുക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കോളേജ് ലൈഫ് ഫുള്ള് തീർന്നു. ഇനിയൊരു കോളേജ് ലൈഫ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ കോളേജിൽ പോയി പഠിക്കുന്നതായിട്ട് ഞാൻ ഇനിയൊന്നും പഠിക്കുന്നില്ല. ഇനിയിപ്പോൾ വല്ല കോഴ്സസ് വല്ലതും നോക്കുകയാണ് ചെയ്യാന്നാണ് എൻ്റെ ഒരു ജോലി കിട്ടാൻ വേണ്ടി. ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിലോട്ട് പോകണമെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് എന്തെങ്കിലും സ്കിൽസ് നമുക്ക് വേണം, എന്തെങ്കിലും എക്സ്ട്രാ സ്കിൽസ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ജോലി കിട്ടത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം അത് അങ്ങനത്തെ വല്ല കോഴ്സ് വല്ലതും പഠിക്കാനാണ് ഇതുവരെ എൻ്റെ തീരുമാനം. അപ്പം ഇപ്പം ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് വെച്ചാൽ എൻ്റെ കോളേജ് ലൈഫിലെ കുറേ അനുഭവം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞെട്ടി. കുറേ അനുഭവങ്ങളെ കുറിച്ചാണ്. അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ പൊതുവേ കുറവായിരുന്നു. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പൊതുവേ കുറവായിരുന്നു. എൻ്റെ സ്കൂൾ ലൈഫൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം നല്ലതായിരുന്നു. ഡിഗ്രിയും പി ജിയൊക്കെ ഒരേ കോളേജിൽ തന്നെയാണ് ഞാൻ ഡിഗ്രിയും പി ജിയും പഠിച്ചത്. അപ്പം അതിൻ്റെ തന്നെ ഒരു കംഫർട്ട് അപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒരേ ആൾക്കാരല്ല കൂടെ ഉണ്ടായിരുന്നത്. പക്ഷെ നല്ല കുറേ ആൾക്കാരെ കിട്ടി, കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടി. ഇന്നലത്തെ എൻ്റെ വ്ളോഗിലുണ്ടായിരുന്നു. അവൾ അടിപൊളി ഫ്രണ്ടാണ്. അതിൽ യൂണിഫോം ഇട്ട ഒരാൾ വന്നില്ലേ, സർപ്രൈസ് ആയിട്ട് കണ്ട അവൾ എൻ്റെ ഡിഗ്രിയിലുള്ള ഞങ്ങളൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. ആ ഗ്യാങ്ങിലുള്ള ഞങ്ങൾ 10 പേരായിരുന്നു. അതിൽ ഇപ്പം അനുഭവം എന്ന് പറയുമ്പോൾ ഇതും കമ്പയർ ചെയ്ത് പറയാമല്ലോ. പേരൊന്നും ഞാൻ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കിപ്പോൾ അങ്ങനെ ആളുണ്ടെന്ന് തന്നെ ഇങ്ങനെ എന്തെങ്കിലും പറയാൻ വരുമ്പോൾ ചിന്തിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ അല്ലാതെ ഞാൻ ആളെ കുറിച്ച് ചിന്തിക്കാറില്ല പൊതുവേ. മുമ്പൊക്കെ ചിന്തിക്കുമായിരുന്നു. ഡിഗ്രി സമയത്തും പി ജി കയറുന്ന സമയത്തൊക്കെ ഭയങ്കര വിഷമം ഉണ്ടാക്കുമായിരുന്നു. അതൊരു 1 വർഷമായപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ തെറ്റില്ലെന്ന് മനസ്സിലാക്കി അവർക്ക് നമ്മളെ ആവശ്യമില്ല. പിന്നെ നമ്മളീ കിടന്ന് എന്തിനാണ് വിഷമിക്കുന്നത്? അപ്പോൾ നമ്മളങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുമ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്ന കുറേ പേരുടെ മൂഡും കൂടി അത് ഇതാകത്തില്ല. അങ്ങനെ അതങ്ങ് വിട്ടു. അപ്പം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ 10 പേരായിരുന്നു ഡിഗ്രി കാലഘട്ടത്തിൽ. അത് എങ്ങനെ ഫ്രണ്ട്സായെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഫസ്റ്റ് +2 കഴിഞ്ഞിട്ട് ഡിഗ്രിയിലോട്ട് കയറിയപ്പം ഞങ്ങൾ കൊറോണ ബാച്ചായിരുന്നു. കൊറോണ ബാച്ചായതുകൊണ്ട് തന്നെ എല്ലാവരും ഓൺലൈനായിട്ടാണ് ആദ്യം പരിചയപ്പെട്ടത്. അപ്പം ഓൺലൈനായിട്ടപ്പം എല്ലാം ഭയങ്കര കമ്പനിയായിരുന്നു. എന്ന് വെച്ചാൽ അല്ലാത്തപ്പോൾ കമ്പനിയല്ല നല്ല ഉദ്ദേശിച്ചത്. ഓൺലൈൻ ഭയങ്കര കമ്പനിയായിരുന്നു. പക്ഷേ അവർ നേരിട്ട് കാണുമ്പം ഞാൻ ഭയങ്കര ഇൻട്രോട്ടാണ്. ഭയങ്കര എന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ എനിക്ക് കുറേ അനുഭവങ്ങൾ സ്കൂൾ ലൈഫിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിലോട്ട് ഇനി പോവാൻ വെച്ചാൽ സ്കൂൾ ലൈഫിലുള്ള പിള്ളേർ നല്ലതല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നെ ട്രീറ്റ് ചെയ്തിരുന്നത് അങ്ങനെയല്ല. എനിക്ക് കുറേ ബാഡ്, അവർക്കൊന്നും എനിക്കത് ഹേർട്ടാവുന്ന രീതിയിൽ അവർ ചിന്തിച്ചിരുന്നില്ല. പക്ഷെ അവർ ചെയ്യുന്നതൊക്കെ എനിക്ക് ഹേർട്ടാവുമായിരുന്നു. ഒരുപാട് സംഭവങ്ങളുണ്ട്, ഓർക്കുന്നില്ല. സ്കൂളിൽ തന്നെ ടീച്ചർമാർ തന്നെ ഒരുപാട് അടിപൊളിയായിരുന്നു. പറയാൻ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും ഞാൻ പറയണമല്ലോ, അവർക്കും കൂടെ മനസ്സിലാവണ്ടേ. ഇനി നാളെ ഒരു കുട്ടിയെടുത്ത് ഇങ്ങനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യരുതെന്നാണ്. അപ്പോൾ നമ്മളത് പറഞ്ഞാലല്ലേ അവർക്ക് ചിലപ്പം നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊന്നും എല്ലാം നമുക്ക് മനസ്സിലാവണമെന്നില്ല. നമ്മൾ ഇങ്ങനെ ചെയ്ത് ആരെങ്കിലും ചിലപ്പം പറയുമ്പോഴാണ് നമുക്ക് റിയലൈസേഷൻ വരുന്നതെന്നാണ് എനിക്കും അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. അപ്പം അങ്ങനെ മനസ്സിലാക്കണം എന്നാണ്. അതിപ്പോൾ വേറൊരു വീഡിയോയിൽ അത് പറയാം. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഫുള്ള് കുറേ ഉണ്ട്. എന്തിനാ വെറുതെ. ഇപ്പം നമുക്ക് പോസിറ്റീവ്സിലോട്ട് പിടിക്കാം. എന്നാലും ഡിഗ്രിയിൽ അങ്ങനെയാണ് ഞാൻ കോളേജിൽ കയറിയപ്പം ഫുള്ള് ഓൺലൈനായിരുന്നു. പിന്നെ അവരെയൊക്കെ കാണാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. നല്ല കൂട്ടുകാരായിരിക്കുമോ, ഒറ്റപ്പെടുത്തുമോ, അങ്ങനെയൊക്കെ ഭയങ്കര ഒരുപാട് ടെൻഷനുകൾ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ കയറിക്കഴിഞ്ഞപ്പം എല്ലാവരും അടിപൊളിയായിരുന്നു. ആരെയും ഒന്നും നെഗറ്റീവ് ഒന്നും പറയാം. എല്ലാവരും അടിപൊളിയായിരുന്നു. നല്ല സ്നേഹമുള്ള പിള്ളേരായിരുന്നു. നല്ല കമ്പനിയായി. ആദ്യമൊക്കെ പതുക്കെ എനിക്ക് ആരത്തൊക്കെ മിണ്ടാൻ ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ കമ്പനിയായി. പിന്നെ ഞങ്ങളൊരു ഗ്യാങ് ആയി. അതെങ്ങനെ ആ ദിവസം ഓർമ്മയില്ല. എങ്ങനെ ആൾക്കാർ ആഡായി ഞങ്ങൾ 10 പേരായെന്ന് എനിക്കറിയത്തില്ല. ആർക്കും അറിയത്തില്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള. അപ്പം അങ്ങനെ 10 പേരൊരു ഗ്യാങ് ആയി. അടിപൊളിയായിരുന്നു. അങ്ങനെ കുറച്ച് ഡിഗ്രി സെക്കൻഡ് ഇയർ വരെയൊക്കെ അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഇയറിൻ്റെ ടൈമിൽ ഞങ്ങൾക്ക് ഓണം സെലിബ്രേഷൻ സമയത്ത് എല്ലാവരും ഒരേ സാരി എടുക്കണമെന്ന് പറഞ്ഞ് കുറേ സജഷൻസൊക്കെ വന്ന്. അപ്പം നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സജഷൻ വന്നപ്പം ഒരു സാരി ഡിസൈഡ് ചെയ്തു. അപ്പം നമ്മുടെ കൂടെ ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഓർമ്മയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. വീട്ടിൽ സമ്മതിച്ചില്ല. അപ്പോൾ അതൊരു ഡ്രസ്സൊക്കെ എടുക്കാൻ ഞങ്ങൾ വിളിച്ചപ്പം എല്ലാവർക്കും അതിന് സമയമുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും വീട്ടിൽ അത്യാവശ്യമാണെങ്കിൽ സമയം ഇല്ലാത്തപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. പക്ഷേ അത് വീട്ടിലെ ഇതുകൊണ്ടൊന്നും അല്ല, വരാതിരുന്നതാണ് നമ്മുടെ കൂടെ. എന്തുകൊണ്ടാണെന്ന് അതിന് അയാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ചിന്തിക്കുന്നില്ല. അപ്പം അങ്ങനെ വന്നില്ല. അതൊരു വലിയ പ്രശ്നമായി. അപ്പം ഇയാൾ നമ്മുടെ
ഞങ്ങൾ 10 പേര് നടക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര 10 പേര് ഗ്യാങ് 10 സ്വഭാവങ്ങളുള്ള ആൾക്കാർ ഒരുമിച്ച് കൊണ്ടുവന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുമിച്ച് അതെല്ലാവരും അതിന് വേണ്ടി ഒരു എഫേർട്ട് എടുത്താലേ നടക്കത്തുള്ളൂ. അപ്പം ഇയാൾ പിന്നെ നമ്മുടെ ഇതിൽ നിന്ന് അങ്ങ് മാറി. നമ്മുടെ ഒരു ഗ്യാങ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല ഞങ്ങൾ മാത്രമേ പാടുള്ളൂ, അങ്ങനൊന്നുമില്ല. നമ്മൾ 10 പേരാകുമ്പോൾ ഒരു കൂട്ടത്തിനെ ഗ്യാങ് എന്നാണല്ലോ പൊതുവേ എല്ലാവരും പറയാറ്. ആർക്കും ഉള്ളു നമ്മളോട് സംസാരിക്കാൻ, വേറെ ആരോടെ സംസാരിക്കില്ല, അങ്ങനൊന്നുമില്ല. പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവ്നെസ് ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പം ഇയാൾ പിന്നെ പതുക്കെ അങ്ങ് മാറി. അപ്പം എല്ലാവർക്കും അവൾ ഒറ്റ, നമ്മളൊരു ഗ്രൂപ്പായി 9 പേരായി. അപ്പം പൊതുവെ പുറത്തുനിന്ന് കാണുന്നവർക്ക് അവൾ ഒറ്റയ്ക്കല്ലേ, ഒരാളല്ലേ ഉള്ളൂ, ഒറ്റയ്ക്കാണല്ലോ, ബാക്കിയുള്ളവരൊക്കെ അവരെ ഒറ്റപ്പെടുത്തിയതാന്നൊക്കെ അങ്ങനെ ആയി തുടങ്ങി. നമ്മൾ പറഞ്ഞതല്ല, അവളും പറഞ്ഞതല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതങ്ങനെ പോർട്രേറ്റ് ആയി തുടങ്ങി. അങ്ങനെ കുറേ ഗ്യാപ്പ് വന്നു. പിന്നെ കുറേ കഴിഞ്ഞ ശേഷം ഞങ്ങൾ തന്നെ മിണ്ടി. എന്തൊക്കെയോ എനിക്കതൊന്നും ഓർമ്മയില്ല, ഇപ്പം ഓർക്കാനുള്ള കാര്യങ്ങളൊന്നും എനിക്കില്ല. ഞങ്ങളുടെ അല്ലാത്ത മെമ്മറീസ് ഉണ്ട്. ഇത് വലിയ ഓർക്കേണ്ട കാര്യമില്ല, ഇയാളെക്കുറിച്ച് ഓർക്കണമെന്ന് തന്നെ ഇപ്പം ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഇങ്ങനെ കമ്പനിയായി, വീണ്ടും കമ്പനിയായി. അപ്പം പതുക്കെ ഓരോരുത്തർ മിണ്ടി തുടങ്ങിയതേ ഉള്ളൂ. ഞാനാണെന്ന് തോന്നുന്നു ആദ്യം കയറി മിണ്ടിയത്. എനിക്കിന്നെ കുറച്ച് കണക്ഷൻ വന്നാൽ പിന്നെ ഞാൻ ഒരു പൊട്ടിയാണ്, ഞാൻ അങ്ങ് അങ്ങനെ മിണ്ടിയതാണ്. ഞാൻ തന്നെ മിണ്ടി തുടങ്ങിയെന്ന് തോന്നുന്നു. സംസാരിച്ച് വന്നപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇയാളെ. ഇപ്പം എന്തിനാ ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ ആലോചിക്കുന്നു. കാര്യം അയാളുടെ നമ്മുടെ സ്നേഹത്തിനൊരു ഒരിക്കലും ഒരു വാല്യൂ കൽപ്പിച്ചിട്ടില്ലെന്നാണ് ഇപ്പം അയാളുടെ ഓരോ പ്രവർത്തികളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. ഇപ്പോഴല്ല, മനസ്സിലാക്കുന്നു. അങ്ങനെ അയാൾ പോയെന്ന് എന്ത് പറഞ്ഞു. അവൾ വീണ്ടും കമ്പനിയായി, ഞാൻ മിണ്ടി കമ്പനിയായി. പിന്നെ നമ്മളുള്ള എല്ലാവരും മിണ്ടി, പിന്നെ സെറ്റായി. അങ്ങ് മഗ്ഗെല്ലാം അങ്ങ് മറന്ന് ജെല്ലായിപ്പോയി. നമ്മുടെ കയ്യിലുള്ള പ്രശ്നം കൊണ്ടല്ല ആദ്യം പോയത്, പിന്നെ ഇപ്പം പോയത് നമ്മുടെ കയ്യിലുള്ള പ്രശ്നം കൊണ്ടല്ല ഇപ്പം പോയതെന്ന് വെച്ചാൽ. അങ്ങനെ അവസാനം നമുക്ക് കോളേജിൽ നിന്ന് ടൂർ വന്നപ്പം എല്ലാവരുടെയും വീട്ടിൽ പോയി. എല്ലാവരുടെയും വീട്ടുകാർ അങ്ങനെ പെട്ടെന്ന് ടൂർ പോകാൻ. അത് ഞങ്ങൾ പോയത് ഗോവയിലായിരുന്നു. എന്താ നടത്തില്ല, അങ്ങനെ ഗോവയിൽ പോയത്. പ്രത്യേകിച്ച് അടൊന്നുമില്ല കാണാൻ, ഫുൾ ബീച്ച്. പക്ഷെ നല്ലതായിരുന്നു, നല്ല ട്രിപ്പായിരുന്നു. ഗോവയിൽ അപ്പം ഓരോരുത്തരുടെ വീട്ടിൽ നമ്മൾ പോയി സമ്മതിപ്പിച്ചു. അവരുടെ പേരൻസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരുടെ വീട്ടിൽ നമ്മൾ പോയി സമ്മതിപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവരെ വീട്ടുകാർ എന്ത് പറഞ്ഞാലും വിടത്തില്ല. പിന്നെ നമ്മളത് അവരെ ഇഷ്ടമല്ലേ, അവരെ മോളെ അതും ട്രെയിനിലാണ് ഞങ്ങൾ പോയത്. അപ്പം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അവരുടെ, നമുക്ക് അവരെ തെറ്റു പറയാൻ പറ്റില്ല, പേരൻസിനൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ അവൾ വന്നില്ല, അതൊരിതായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒരുപാട് രഹസ്യങ്ങൾ ഒക്കെ ഉണ്ടാവുക, നമ്മളടുത്തൊന്നും പറയാത്ത രീതിയിൽ. എന്തോന്ന് ഇപ്പോഴും എനിക്കറിയത്തില്ല. അങ്ങനെ കുറേ നാൾ അങ്ങനെ പോയി. ഞങ്ങൾ എല്ലാവരും അടിച്ചും പൊളിച്ചു, നല്ലതായിരുന്നു. ഞങ്ങൾ 9 പേര് അടിപൊളിയായിരുന്നു. ടൂർ പോയപ്പോഴും നല്ല രസമുണ്ടായിരുന്നു. 9 പേര് വന്നു, ഇവിടെ ഒഴിച്ച് അല്ല 9 പേരല്ല 8 പേര് വന്നു. ഒരാൾക്ക് ഒട്ടും വീട്ടിൽ നിന്ന് വരാൻ പറ്റാത്ത സിറ്റുവേഷനായിരുന്നു, അതുകൊണ്ട് അവൾ വന്നില്ല. പിന്നെ ഇവള് വീട്ടിൽ നിന്ന് വിട്ടില്ല അവളെ. അങ്ങനെ ഞങ്ങൾ പോയി ട്രിപ്പൊക്കെ പൊളിച്ച് അടിപൊളിയായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പം വീണ്ടും സെറ്റായിരുന്നു. പക്ഷെ എന്നാലും ഇവർക്ക് നമ്മളോട്ടൊരു മിസ്മാച്ച് ആയിരുന്നു, അഭിപ്രായങ്ങൾ വ്യത്യാസം. അവളെപ്പോഴും നമ്മുടെ കൂടെ നിൽക്കത്തില്ല. ഡിഗ്രി ആ ഫസ്റ്റ് സമയത്തൊക്കെ നല്ല ഇതായിരുന്നു, എല്ലാം നമ്മുടെ കൂടെ നിൽക്കുകയും നമ്മളോടൊക്കെ വരികയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ പതുക്കെ മാറി തുടങ്ങി, എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഇപ്പോഴും അതാണെങ്കിൽ ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം വീണ്ടും വന്നിട്ട് ടൂറൊക്കെ പോയിട്ട് വന്ന് ചെറിയൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ എന്നാലും വീണ്ടും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഡിഗ്രി ഇറങ്ങിയപ്പോഴും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഫെയർവെല്ലിനൊക്കെ വന്ന് നല്ലോണം തന്നെ നിന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് PG കൊടുത്തത്. അപ്പം അവൾക്ക് ഞാൻ ഫാത്തിമയിലാണ് പഠിച്ചത്. അപ്പം അവൾക്ക് ഫാത്തിമ കിട്ടിയില്ലെന്നല്ല, അവൾക്ക് അവിടെ ഫസ്റ്റ് വന്നില്ല, അവൾക്ക് SN വന്നു. അങ്ങനെ അവൾ SN അഡ്മിഷൻ എടുത്തു. SN അഡ്മിഷൻ എടുത്തതിന് ശേഷം ഞങ്ങൾ വരുന്നതൊക്കെ ഒരുമിച്ചായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ഉള്ള ടെസ്സി, ഞങ്ങൾ 3 പേരായിരുന്നു. അങ്ങനെ അവളുമായിട്ട് കമ്പനി ആവുകയും ചെയ്തു, ടെസ്സി ആയിട്ട്. അങ്ങനെ 3 പേര് ഒരുമിച്ചായിരുന്നു. പെട്ടെന്ന് കുറേ നാൾ കഴിഞ്ഞപ്പം അയാൾ എന്തോ ഒരു ഇത് വന്നപ്പം ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു ചെറിയ സംസാര തർക്കം ഉണ്ടായി. അത് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഞാനൊന്ന് കുട്ടിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. ഹേർട്ടാവുന്ന രീതിയിലല്ല ഞാൻ ഉപദേശിച്ചത്. എന്തോ കാര്യം അവൾ ചെയ്തപ്പോൾ ഞാൻ അവളെ ഉപദേശിച്ചു, എന്തോ എനിക്ക് ഓർമ്മയില്ല. അതിനുശേഷം
പെട്ടെന്ന് ബ്ലോക്കാക്കി, ഇൻസ്റ്റാഗ്രാമിൽ ബ്ലോക്കാക്കി, വാട്സപ്പിൽ ബ്ലോക്കാക്കി, ടെലിഗ്രാമിൽ ബ്ലോക്കാക്കി. കാര്യം എന്തോന്ന് എനിക്കറിയത്തില്ല. ഇത് ഇവിടെ ഞാൻ കുറ്റം പറഞ്ഞൊന്നുമല്ല, ഇവർക്ക് നല്ലൊരു ഇതാണ്. ഇനി ഒരിക്കലും അങ്ങനൊരു ഇത് അബദ്ധിപ്പോയി ചാടൽ കാര്യം എന്തോന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്തോ ഒരു കാര്യത്തിൽ ഞാൻ ഉപദേശിച്ചത് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു കുട്ടിക്ക്. അതുകൊണ്ട് ഫുൾ അങ്ങ് ബ്ലോക്കാക്കി. എന്നിട്ട് ഞങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സുമായിട്ട് നമ്മുടെ ഒരു ഗ്രൂപ്പുണ്ട്, നമുക്ക് ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഉള്ള ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇതായിരുന്നു. ഇതിൽ ഈ ഗ്രൂപ്പിൽ എന്നെ ബ്ലോക്കാക്കിയതിന് ശേഷം ഞാൻ ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ പറയാൻ വന്നപ്പം ആ ഗ്രൂപ്പിൽ നിന്ന് അങ്ങ് ലെഫ്റ്റായി അവൾ. അപ്പം അതിനുശേഷം ആരുമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല. ബാക്കിയുള്ളവരുമായിട്ട് അതിനിടയ്ക്കായിരുന്നു നമ്മുടെ കൂടെയുള്ള ഒരാളുടെ കല്യാണമായിരുന്നു. അതിന് ഇവള് വിളിച്ച് കല്യാണത്തിന് ഞാനോടാണ് പ്രശ്നം. ഞാൻ ഒന്ന് ഉപദേശിച്ചപ്പോൾ ഇഷ്ടപ്പെടാനായിട്ടാണ് നോക്കി. അവരോട്ടൊരു പ്രശ്നമില്ലേ, ബ്ലോക്കാക്കി. കല്യാണത്തിന് ഇവളെ വിളിച്ച്. ഇപ്പം അമ്മു നമ്മുടെ കല്യാണം കഴിഞ്ഞ കുട്ടിയുടെ പേര്. അപ്പം അമ്മു വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്, ഷോർട്സിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അമ്മുവിൻ്റെ കല്യാണം വിളിച്ച സമയത്ത് അമ്മു ഒരു ഡേറ്റ് അവരുടെ അടുത്ത് ഈ പോയ ആളില്ലേ അയാളുടെ അടുത്ത് പറഞ്ഞ സമയത്ത് ആ സമയത്ത് തന്നെയാണ് ഞങ്ങളുടെ അടുത്തും പറഞ്ഞത്. അപ്പം ഞങ്ങൾ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാനിട്ടില്ല പ്രശ്നം, അവളെ കല്യാണത്തിൽ വിളിക്കേണ്ട എന്തുവാ, വിളിക്കാമല്ലോ, നീ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അവൾ വിളിച്ച സമയത്ത് എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞില്ല. കാര്യം നമ്മൾ ഈ ഗ്രൂപ്പിൽ എപ്പോഴാണ് അമ്മു പറയുന്നത് ഇപ്പോഴാണ് എൻ്റെ കല്യാണം, ആ സമയത്ത് തന്നെയാണ് എനിക്കൊരു കോള് വരുന്നത്. കോള് വന്നു പോയതാണ്, അത്യാവശ്യം ഒരു കോളായിരുന്നു, ഫ്ലോ അങ്ങ് പോയി. അപ്പം കല്യാണത്തിന് ഞങ്ങൾ അറിഞ്ഞ സമയത്ത് തന്നെ അവരുടെ അടുത്തും പറഞ്ഞു. അപ്പം ഇവിടെ നേരത്തെ വിളിച്ചില്ല, ഞങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഓരോ സ്ഥലത്തൊക്കെ ഇത് എന്തുകൊണ്ടാണ് ഇത് വന്നതെന്ന് വെച്ചാൽ ഇങ്ങനൊരു പറയാൻ എൻ്റെ ഒരു ഊഹത്തിൽ ഇതാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഓരോ ഗ്രൂപ്പിൽ നിന്ന് ഇവിടെ ലെഫ്റ്റായി പോയേ. എന്തിനാന്ന് എൻ്റെ അടുത്തുള്ള പ്രശ്നം കൊണ്ടാണ് തോന്നുന്നു ലെഫ്റ്റായി പോയത്. അതിന് ഗ്രൂപ്പിൽ ലെഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല, എന്നെ ബ്ലോക്ക് ചെയ്തല്ലോ. പിന്നെ ഇപ്പം ഞാൻ സംസാരിക്കുന്നില്ലല്ലോ, ഗ്രൂപ്പിൽ ഉള്ളതല്ലേ ഉള്ളൂ, അതങ്ങ് ഇഗ്നോർ ചെയ്തിട്ടാൽ പോരെ. അപ്പം ഗ്രൂപ്പിൽ നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഗ്രൂപ്പിൽ പറയും എല്ലാവരും ലെഫ്റ്റായി പോയതാണ് ഇയാൾ. അപ്പം വരണ്ടെന്നൊന്നും പറഞ്ഞില്ല ആരും. എന്താ ഇന്ന ആൾ വരരുത് എന്നൊന്നും, ഈ ആൾ വരരുത് എന്നൊന്നും പേരത്തൊന്നും ആരും പറഞ്ഞില്ല. അപ്പോൾ ഗ്രൂപ്പിൽ എല്ലാവരും കറങ്ങാൻ പോയ സമയത്ത് ഇയാൾ വന്നില്ല. ഇയാൾക്ക് ബാക്കിയുള്ളവർക്ക് പ്രശ്നമില്ലായിരുന്നെങ്കിൽ, ഒരു നല്ല കൂട്ടുകാരി ആയിരുന്നെങ്കിൽ, ഇത്രയും വർഷം കൂടെ നടന്നതാണെങ്കിൽ വരാം. ഞാനോട്ടില്ലേ പ്രശ്നം, ഞാൻ ഉപദേശിച്ചപ്പോൾ ഇഷ്ടപ്പെടാനില്ലേ, അപ്പോൾ പിന്നെ വരായിരുന്നു. അങ്ങനെ വരാതിരുന്നിട്ട് ഇങ്ങനെ ഒരാൾ ഫ്രണ്ട്, ഇത്രയും വർഷം കൂടെ നടന്ന നല്ലൊരു ഫ്രണ്ട് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണത്തിന് വിളിച്ചപ്പം എന്നെ നേരത്തെ അറിയിച്ചില്ല, ഞാൻ കാണത്തില്ല. അതൊരു നല്ല ഒരു കൂട്ടുകാരി എന്ന രീതിയിൽ ചെയ്യുന്ന നല്ലതാണ്. അമ്മു നമ്മുടെ അടുത്ത് ഇന്നാണടി ഈ ഡേറ്റ് എടുത്തടി, ഇന്ന ദിവസം എടുത്തു എന്ന് പറഞ്ഞ അതേ സമയത്ത് തന്നെയാണ് അയാൾക്ക് പേഴ്സണലി പോയി മെസ്സേജ് ഇട്ടത്. അപ്പോൾ അത് പറഞ്ഞ തെറ്റല്ലേ? അങ്ങനെ ഒരു അനുഭവം. അങ്ങനെ കല്യാണത്തിന് വന്നില്ല, എന്നിട്ട് അമ്മൂനാണ്ട് മെസ്സേജ് ഇടുന്നെന്ന് പറയുന്നത് കേട്ടു. എന്തുവാ വരാൻ പറ്റിയില്ല, എനിക്ക് ഇങ്ങനെ സിറ്റുവേഷൻ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ആ ഒരു നെഗറ്റീവ് ഒഴിച്ച് ബാക്കി കോളേജ് ലൈഫ് അടിപൊളിയായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ഇയാൾ കാണിച്ച് ഈ ബ്ലോക്ക് ചെയ്ത് പോയത്, അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ബ്ലോക്കാക്കിയായിരുന്നു എന്ന് തോന്നുന്നു. എല്ലാവരും ബ്ലോക്കാക്കി, എന്തിനാ എനിക്കറിയത്തില്ല. എല്ലാത്തിനും ബ്ലോക്കാക്കിയില്ല, വാട്സപ്പിൽ നിന്ന് ബ്ലോക്കാക്കി എന്ന് പറയുന്നത് കേട്ടു. എന്നെ ഫുള്ള് ബ്ലോക്കാണ്, എന്താ എനിക്കറിയത്തില്ല. എന്നിട്ട് ഞാൻ അയാളുടെ ബർത്ത്ഡേക്ക് ആ സമയത്ത് വിഷൊക്കെ ചെയ്തു. നമ്മുടെ പാട്ട് നമ്മൾ ക്ലിയർ ചെയ്യണമല്ലോ. അങ്ങനെ എന്തെന്ന് വെച്ചാൽ ഇതൊഴിച്ച് ഇയാൾ ആ സമയത്ത് കാണിച്ചൊരു സ്വഭാവം ഒഴിച്ച് അതിന് മുമ്പ് ഇയാളോടുള്ള നല്ല മെമ്മറീസ് എപ്പോഴും നല്ല മെമ്മറീസ് തന്നെ ആയിരിക്കും. എൻ്റെ ഇപ്പോഴും അയാളെൻ്റെ ഫോട്ടോ ഒക്കെ ഡിലീറ്റ് ചെയ്തതാണ്, ഞാനായിട്ടുള്ള ഫോട്ടോ ഒക്കെ. എൻ്റെ ഇപ്പോഴും അയാളുടെ മുമ്പുള്ള ഫോട്ടോസ് എല്ലാം എൻ്റെ തന്നെ കിടപ്പുണ്ട്. ഇപ്പം ഇന്നലെ ആര്യ എന്നെ കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട്, കണ്ടായിരുന്നു ആളെ? എനിക്കറിയത്തില്ല അങ്ങനെ ആളുണ്ടെന്ന് പോലും. എൻ്റെ ലൈഫിൽ അങ്ങനെ ആളുണ്ടെന്ന് എനിക്കിപ്പോൾ നിങ്ങൾ പറയുമ്പോഴേ എനിക്ക് ഓർമ്മയുള്ളൂ. കാര്യം എന്നെ അങ്ങനെ ഇതാക്കിയിട്ട് പോയ ഒരാളാണ്. ഞാൻ എന്തോ ചെയ്യാനാ, ഞാൻ ഒന്നും ചെയ്യാക്കത്തില്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണ് എന്തെങ്കിലും പറയുന്നത്, ഒന്നും ഞാൻ ചെയ്തില്ല. നോട്ടിഫിക്കേഷൻ ഒന്നും ഞാൻ ചെയ്തില്ല. ഞാൻ എന്തോ ചെയ്തത് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാനൊന്നും ഉപദേശിച്ചു, ഇവിടെ ഇതെങ്ങനെ അല്ല, അങ്ങനെ ചെയ്തത് തെറ്റാണ്, നീ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞതുള്ളൂ. അതിന് എന്നെ ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യം എന്തുവാ? എല്ലാം നിന്നും ബ്ലോക്ക് ചെയ്തു. ഇപ്പോഴും എനിക്ക് റീസൺ എന്താ നടത്തുക, ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇനി എനിക്ക് ആളെ കാണേ വേണ്ട. എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരാളൊന്നും പ്രതീക്ഷിക്കുന്നില്ല, വേണ്ട, എനിക്കങ്ങനെ ഒരാളെ വേണ്ട. ഇതോടെ മതിയായി. ഇനി ആരെന്ത് പറഞ്ഞാലും ആ സമയത്ത് ആദ്യം ഒരു വഴക്കിട്ട സമയത്ത്
എൻ്റെ അടുത്ത് കുറേ പേരൊക്കെ പറഞ്ഞു എന്താ മിണ്ടാത്ത. പിന്നെ പിന്നെ എനിക്കും തോന്നി തുടങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത്. എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു കണക്ഷനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര എൻ്റെ ചങ്ക്. ഈ ഗ്രൂപ്പാണെങ്കിലും നമുക്ക് തോന്നുന്നില്ല ഇയാളെ ചങ്ക് എല്ലാവരും എനിക്ക് ചങ്കാണ്. ഓരോരുത്തർ ഓരോ രീതിയിൽ നമ്മളോട് കണക്റ്റ് ആകത്തില്ലേ. അതിൽ ചങ്ക് കൊള്ളാം അടിപൊളിയാണ് എന്നൊക്കെ തോന്നിയതായിരുന്നു. നല്ലോണം തന്നിട്ടാണ് പോയത്. എന്തിനാണ് നമുക്കതൊരു വിഷമമാണ്. എന്തിനാണ് മിണ്ടാതിരുന്നതെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ്. അതിപ്പം എൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പം അല്ല, എൻ്റെ വ്യൂ പോയിന്റ് നോക്കുമ്പം ഇതിലെന്തുണ്ട്, ഇത് എന്തോ കാര്യമുള്ളത് എൻ്റെ മിണ്ടായിരിക്കാനെന്ന് എനിക്ക് തോന്നുമെങ്കിലും അയാളുടെ ഭാഗത്തിൽ അത് ശരിയായിരിക്കും. എന്നാലും അത് പറയണമല്ലോ, ഇതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് മിണ്ടാത്തത്, ബ്ലോക്ക് ചെയ്ത് പോയത്, അതൊന്നും പറഞ്ഞില്ല. ആളങ്ങനെ പോയി. അതങ്ങനെയായിരുന്നു കോളേജിലെ അനുഭവങ്ങൾ. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. കോളേജ് ലൈഫ് സൂപ്പറായിരുന്നു. എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി. ഇപ്പോഴും അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എൻ്റെ വ്ളോഗിലൊക്കെ വന്നിട്ടുണ്ട്. ഒരാളുടെ കല്യാണത്തിനാണ് പോയത്. ഇപ്പോഴും എൻ്റെ ഫാമിലി കണക്കാനാണ് അവർ. എനിക്ക് എൻ്റെ കൂട്ടുകാരും ഒന്നും പറയുന്നത് ഇഷ്ടമല്ല. എൻ്റെ വീട്ടുകാർ പറയുന്ന പോലെ ഇഷ്ടമല്ല. ഞാൻ അവരുടെ ഭാഗത്തുള്ള തെറ്റിനെയാണ് അവർ പറയുന്നതെങ്കിൽ ഓക്കെ, അല്ലാതെ പറഞ്ഞതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എന്നാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. അങ്ങനെ അതങ്ങനെ പോയി. പി ജി ലൈഫ് എന്ന് പറയുമ്പം ഞാൻ അതിടയ്ക്ക് തന്നെ ഡിഗ്രിയിൽ പേടിച്ച് വന്ന പോലെ തന്നെ പേടിച്ചാണ് വന്നത്. എൻ്റെ ഈ 10 ഗ്രൂപ്പ് ഉള്ള 9 പേരുള്ളതെന്ന് പറഞ്ഞാൽ അവർ മാത്രമല്ല, എനിക്ക് വേറെ ഫ്രണ്ട്സ് ഉണ്ട്. അടിപൊളിയാണ്, അവരൊക്കെ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരെയും. അപ്പം പി ജി ലൈഫിലോട്ട് വന്നപ്പോൾ അതെനിക്ക് പേടിച്ചാണ് വന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഡിഗ്രിയിൽ എൻ്റെ ബാച്ചില വേറെ ബാച്ചിലുള്ള ഒരു ആളുണ്ടായിരുന്നു. അവളുമായിട്ടാണ് ഞാൻ വന്നത്. ഞങ്ങൾ എൻ്റെ കൂടെ പ്ലാൻ ചെയ്താൽ വന്നത്. അവളോട് എനിക്ക് ആ ഒരു ചാറ്റിങ് കമ്പനിയുള്ളൂ. അത് നേരിട്ട് ഞങ്ങൾ സംസാരിക്കുമോ എവിടെയും പോയിട്ടോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതെന്നാണ് അവളുടെ പേര്. അപ്പം അവൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് വ്ളോഗിൽ. എക്സാമിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. വ്ളോഗിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കാണിക്കാം. ഞങ്ങൾ ഒരു ചെറിയ മീറ്റപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ കാണിക്കാം. അപ്പം അവൾ ആയിട്ടാണ് വന്നത്. പിന്നെ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച 2 പിള്ളേരുണ്ടായിരുന്നു. ഐശ്വര്യ ആൻഡ്രിയ എന്ന് പറഞ്ഞാൽ അവർ 2 ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും കണ്ടപ്പോൾ സമാധാനമുണ്ട്. എന്നാലും ഒരു നമ്മളെ ഭയങ്കര പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മളെ ഭയങ്കര ഒരു സേഫ് സോണിൽ കൊണ്ടുനടന്ന ഒരു ഗ്രൂപ്പിൽ നിന്നും പെട്ടെന്ന് വേറെ കുറേ ആൾക്കാരുടെ കൂടെ പഠിക്കുക എന്ന് വെച്ചാൽ ഒരു പാടുള്ള കാര്യമാണ്. അങ്ങനെ അവിടെ നിന്ന് അപ്പോൾ ഞാൻ ടെസ്സി അവിടെ കാണുമ്പോൾ ടെസ്സി എനിക്കറിയില്ല, ഞാൻ മിണ്ടിയതൊന്നുമില്ല. ആദ്യം കണ്ടപ്പോൾ ഞാൻ ആരും നോക്കിയൊന്നുമില്ല. പിന്നെ എനിക്കെന്തോ ഫസ്റ്റ് ഇവിടെ മിണ്ടിയൊന്നുമില്ലെന്ന് വെച്ചാൽ ഞാൻ അവളെ നോക്കിയില്ല. അവിടെ ഒരാളിരിപ്പുണ്ട്, പക്ഷേ ആളെ മുഖത്തൊന്നും ഞാൻ നോക്കിയില്ല. ആദ്യ സമയത്ത് എനിക്കൊരു ടെൻഷനായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം ഐശ്വര്യ ആൻഡ്രിയ ആയിരുന്നു ഫസ്റ്റ് ക്ലാസ്സിലായിരുന്നു. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ അവർ വന്നു. ഞങ്ങൾ അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കണ്ട ഞങ്ങൾ കയറി. കാരണം വേറെ കോളേജിൽ പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിന്നിരുന്നത്. അതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. അവരുടെ കോള് വരുന്നു. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ അവർ പോയതുകൊണ്ട് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ചെന്നത്. പിന്നെ ഇവിടെ തന്നെ പഠിക്കാം, വേറെ കോളേജിൽ പോകണ്ട, അത് കഴിഞ്ഞ് പാടായിരിക്കും എന്നൊക്കെ വിചാരിച്ച് അവിടെ തന്നെ കയറിയ സമയത്ത് ടെസ്സി ഐശ്വര്യാനോട് ആയിരുന്നു ഇരുന്നത്. അപ്പം ഞങ്ങൾ ടോയ്ലറ്റിലൊക്കെ പോകുന്ന നേരത്ത് വന്ന് അപ്പം ഇവിടെ മുഖത്തോട്ടൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ആ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് അത് എന്തുകൊണ്ടാണ് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നി ഇയാളെൻ്റെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാവും, ഇവള് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാവും, ഞങ്ങൾ തമ്മിൽ എനിക്ക് അപ്പം തന്നെ ഒരു കണക്ഷൻ അടിച്ചു. എനിക്ക് ഇടിച്ചു കയറി മിണ്ടി. അപ്പം ഞാൻ എന്തോ ചളി പറഞ്ഞതിന് ആ കുട്ടീനെ അവളെ ചിരിക്കുകയൊക്കെ ചെയ്തു. ആ കുട്ടീന്ന് ആ സമയത്ത് പറഞ്ഞ കുട്ടി എന്താ വേണ്ടത് എന്തൊക്കെ ചോദിച്ചു. ഞാൻ അങ്ങനെ സംസാരിച്ച് ഇപ്പോൾ പെട്ടെന്ന് കമ്പനിയായി. പിന്നെ ഞങ്ങൾ സെറ്റായി. ഞങ്ങൾ പിന്നെ അവളില്ല ഞാനില്ല അങ്ങനെ ഒരു സെറ്റൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളോടൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ലിയ എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ 3 പേരായിരുന്നു ഒരു ഗ്യാങ് ആയിട്ട്. ഐശ്വര്യൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ ഒരു അവർ പൊതുവെ സൈലൻ്റ്. ഐശ്വര്യ ബളബള സംസാരം ഇല്ലാത്ത കണക്കായിരുന്നു. അവർ ഭയങ്കര സൈലൻ്റ്. പക്ഷെ അവർ കമ്പനി നമ്മുടെ കൂടെ തന്നെ. ഞങ്ങൾ 3 പേരായിരുന്നു. ലിയ പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തി. അവൾ ഇപ്പോഴും ഞങ്ങൾ പി ജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയോ സാമ്പ്രാണിക്കൊടിയിൽ, അവൾ ട്രിവാൻഡ്രോ. അപ്പം അവിടുന്ന് വന്ന് ഞങ്ങൾ കറങ്ങാനൊക്കെ പോയായിരുന്നു. പിന്നെ ടെസ്സി ആയിട്ടാണ് കമ്പനിയായ. അങ്ങനെ പി ജിയിൽ വേറൊരു അനുഭവമുണ്ട്. അപ്പം ഞാൻ പേരൊന്നും പറയുന്നില്ല. ഇപ്പോഴും ഞങ്ങളടുത്ത് മിണ്ടുകയൊക്കെ ചെയ്യും കേട്ടോ. നമ്മളിപ്പം അങ്ങനെ കമ്പനിയായി. ഫസ്റ്റ് ഇയറിൽ അപ്പർ സൈഡിലായിരുന്നു കുറേ പിള്ളേരുന്നത്. അതിൽ
അർഷിത, നന്ദന എന്നൊക്കെ പറഞ്ഞ് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ അപ്പർ സൈഡിലാണ് ഇരുന്നത്. അപ്പം അവർ പിന്നെ ഗേൾസ് എല്ലാം കൂടി ഇപ്പോൾ 2 ബോയ്സ് ഉള്ളൂ ക്ലാസ്സിൽ. അപ്പം ഗേൾസ് എല്ലാം കൂടി ഇപ്പോൾ സൈഡ് വന്നാൽ ഞങ്ങൾ പിന്നെ ഭയങ്കര സംസാരമൊക്കെ പെട്ടെന്ന് കണക്റ്റായി ഞങ്ങളെല്ലാവരും കൂടെ. അപ്പം അവിടെ നമുക്കൊരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവർക്കും അവരൊരു ഗ്യാങ് കണക്കായിരുന്നു. ഗ്യാങ് എന്ന് പറയാൻ പറ്റില്ല, അവരാണ് ഫസ്റ്റ് വന്ന് മിണ്ടിയതും ഒരേ റോയിൽ ഇരുന്നതും. അവരൊരു ഗ്യാങ് എന്ന് പറയാം. ഇങ്ങനെ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗ്യാങ് എന്നാണല്ലോ പൊതുവെ എല്ലാവരും പറയുക. അപ്പോൾ അങ്ങനെ അവരും അങ്ങനെ ആയിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഇങ്ങനെ കമ്പനിയാണ്. അപ്പോൾ അവർ പക്ഷെ പോകുന്നൊക്കെ സംസാരം നമ്മൾ ഒരുമിച്ച് സംസാരിക്കുകയും പിന്നെ ചിലപ്പോൾ ക്യാൻറ്റീനിലൊക്കെ പോവുകയും ചെയ്യും. അപ്പോൾ അവരൊരു സെറ്റാണ്, ഞങ്ങൾ ഈ റോയിരുന്ന വേറെ സെറ്റ്, അങ്ങനെ ആയിരുന്നു. അങ്ങനെ പക്ഷെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് രണ്ട് ആൾക്കാർക്ക് ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്. അപ്പം അവൾ ഞങ്ങളോടാണ് വരുന്നത് വീട്ടിൽ പോകാൻ. ഞങ്ങൾ ഒരേ റൂട്ടാണ്, ഒരേ റൂട്ടെന്നല്ല, ഒരേ റൂട്ടല്ല, ഒരേ സ്ഥലത്തോട്ട് ചെന്നാണ് ബസ് കയറുന്നത്. ഞാൻ ഇങ്ങോട്ടും അവരിപ്പുറത്തോട്ട് സൈഡിലോട്ടുമാണ്. അപ്പം ഞങ്ങളെപ്പോഴും വരുന്ന ഒരാളുണ്ട്, പേരൊന്നും പറയത്തില്ല. അപ്പം ഞാൻ കുറ്റം പറയുമല്ല, ചെയ്ത തെറ്റാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ മിണ്ടിയൊക്കെ ചെയ്യും. അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ അതും പറയണമല്ലോ, പേരൊന്നും പറയത്തില്ല. പക്ഷേ ഞാനൊരു ഫസ്റ്റ് നെഗറ്റീവ് പറഞ്ഞതിന് പോസ്റ്റ് അടിപൊളി നല്ലൊരു കൊച്ചാണ്. സത്യം പറഞ്ഞാൽ ഇത് വീഡിയോ എന്തായാലും അവൾ കാണും ഉറപ്പാണ്. നല്ലൊരു കൊച്ചാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്തൊക്കെ. എനിക്ക് ഒരു പാവം ആ ഒരു സൈഡ് അവൾക്കുണ്ട്. പക്ഷേ അതിന് നമ്മൾ ആ ഒരു സൈഡ് നമ്മൾ ചിന്തിക്കാത്ത വശത്തിൽ അവളൊരു തെറ്റ് ചെയ്തു. പക്ഷെ ഇപ്പോഴും അവളെ ചെയ്ത തെറ്റൊഴിച്ച് മാറ്റി വെച്ചാൽ അവൾ അടിപൊളി നല്ലൊരു കൊച്ചാണ്, നല്ലൊരു കൂട്ടുകാരിയാക്കാൻ പറ്റിയ ഒരാളാണ്. പക്ഷെ അവളുടെ കാണിച്ച മൈൻഡ് സെറ്റാണ് വിഷയം. അതിപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾ ഇനി അത് മാറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പം വ്ളോഗിൽ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ അനുഭവങ്ങളില്ലേ, ഇപ്പം ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ, അപ്പം പിന്നെ പറയാം. ഇപ്പം ആൾ മാറിയെന്ന് വെച്ചാൽ മാറിയിട്ടുണ്ടാവാം, എനിക്കറിയത്തില്ല. പക്ഷെ ഇപ്പോഴും നമ്മൾ മിണ്ടിയൊക്കെ ചെയ്യും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവൾ കാണിച്ചത് ഒരു വലിയ തെറ്റാണ്. അത് അവളൊരു പോസിറ്റീവ്നെസ് കൊണ്ടാണ് ഉണ്ടായെന്നാണ് അവൾ പറയുന്നത്. എനിക്കറിയത്തില്ല, ഇത്രയും പോസിറ്റീവ്നെസ് ഉണ്ടാകാൻ പാടില്ല ആർക്കും. അത് എല്ലാവർക്കും ഒരു പാഠവും കൂടിയാണ്. അപ്പോൾ അവളെന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കോമൺ ഫ്രണ്ടാണല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾ കുറച്ച് പേര് പെട്ടെന്ന് ഈ സംസാരിക്കുന്നവരുണ്ടല്ലോ, അവർ പെട്ടെന്ന് കമ്പനിയായി. പക്ഷെ ഇവരോട്ട് കമ്പനി അല്ലെന്നല്ല, ഇവർ സൈലൻ്റ് ആയിട്ടുള്ള ഞങ്ങൾ വരുന്ന കോമൺ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവൾ കുറച്ച് സൈലൻ്റ് ആണ്. പക്ഷേ ഇവളുമായി ഞാൻ പറഞ്ഞ ഐഷു ആൻഡ്രി എന്ന് പറഞ്ഞാൽ അവർ സൈലൻ്റ് ആണെങ്കിലും സംസാരിച്ചു വന്നാൽ പെട്ടെന്ന് സംസാരിക്കും. പക്ഷേ നമ്മൾ ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്ത് വരാൻ പറ്റും അവർക്ക്. പക്ഷേ ഇവക്ക് കണക്ട് ചെയ്ത് വരാൻ പറ്റാത്തയാണോ എനിക്കറിയത്തില്ല. അവൾ അങ്ങനെ സംസാരിക്കത്തില്ല, ചിരിക്കും. പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ അവൾ നമ്മുടെ ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കാറുണ്ട്. അപ്പം ഒരു രസമാവും, ഒരു വൈബാവുമല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ പെട്ടെന്ന് കണക്റ്റ് ആയപ്പം നമ്മൾ ഫ്രണ്ട് ചെയ്യുന്ന 2 പേരും ഞങ്ങൾ എല്ലാവരും പെട്ടെന്ന് കണക്റ്റ് ആയപ്പം 4 പേരുടെ ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത്. അർഷിത, നന്ദന, ഞാൻ, ടെസി. അപ്പം ഇങ്ങനെ പെട്ടെന്ന് കണക്റ്റ് ആയപ്പം ഇവരായിരുന്നല്ലോ ഫസ്റ്റ് ഉണ്ടായിരുന്ന ഗ്രൂപ്പ്, കോമൺ ഫ്രണ്ട് അവരായിരുന്നു. അപ്പം അവരുടെ ഒരു സ്നേഹം എന്നല്ല, അവരുടെ സ്നേഹം എന്ന് പറയാൻ ഒക്കത്തില്ല. അതിന് നമ്മളുമായിട്ട് പെട്ടെന്ന് സംസാരിക്കുന്നു, പെട്ടെന്ന് ഇതാവുന്നു എന്നൊരിത് അവൾക്ക് പോസിറ്റീവ്നെസ് അടിച്ചെന്ന് അവൾ പറയുന്നത്. പോസിറ്റീവ്നെസ് വന്നു തുടങ്ങി. അപ്പം അത് പറയണമായിരുന്നു. അതായത് ഇങ്ങനെ അതിപ്പോൾ എനിക്കും എൻ്റെ ഫ്രണ്ട്സിനോട് പോസിറ്റീവ്നെസ് ഉണ്ട്. അപ്പം അത് വരുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഓവർ പോസിറ്റീവ്നെസ് നല്ലതല്ല. നമ്മുടെ ആ ഒരു പോസിറ്റീവ്നെസ്, ആ സ്നേഹം കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ അത് അത്ര നല്ല പോസിറ്റീവ്നെസ് അല്ലെന്ന് ഞാൻ പറയും. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. പോസിറ്റീവ്നെസ് ഒക്കെ വരുന്നതല്ല, അതൊരു നല്ല സംഭവം ഞാൻ പറയും, എൻ്റെ അഭിപ്രായമാണ്. അപ്പം ഇവളത് പറയണമായിരുന്നു. എനിക്കിങ്ങനെ ഒറ്റഭാവം എനിക്ക് തോന്നുന്നു, പോസിറ്റീവ്നെസ് അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് ആണോടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ പോയാൽ. പക്ഷെ ഇത് പറയാതെ ഫസ്റ്റ് സെമ്മ് നടന്ന സംഭവമാണ്. ഇത് പറയാതെ ഫസ്റ്റ് സെമ്മിലൊക്കെ ഓക്കെ ആയിരുന്നു തോന്നുന്നു. സെക്കൻഡ് സെമ്മ് കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് സെമ്മ് തൊട്ട് ആ സംഭവം നടക്കും. എനിക്ക് കറക്റ്റ് സംഭവം ഒന്നും ഓർമ്മയില്ല. സെക്കൻഡ് സെമ്മ് തൊട്ടാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം ഈ കോമൺ ഫ്രണ്ടായ കുട്ടി ഞങ്ങളെക്കുറിച്ച് നെഗറ്റീവ് അവരെടുത്ത് പറഞ്ഞു, അവരെക്കുറിച്ച് നെഗറ്റീവ് നമ്മളെടുത്ത് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇപ്പം ഇവള് എങ്ങനെയാണെന്ന് വന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നടന്നു വരുമ്പം പറയും അവരിങ്ങനെ ഇവളെ കളിയാക്കുന്നു. ഇവളാണെങ്കിൽ ഒരു സൈലൻറ്റ് ക്യാരക്ടറാണ്. അവർ ഒരു സംസാരിക്കുന്ന ആൾക്കാർ ഞങ്ങളുടെ. അപ്പോൾ അവരിങ്ങനെ കളിയാക്കി
അല്ല കളിയാക്കുന്നുണ്ട്, അപ്പോൾ ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞ അത് എല്ലാവരും ചുമ്മാ ഇങ്ങനെ നമ്മളെ ഫ്രണ്ട്സിനെ ഇങ്ങനെ ഹേർട്ടാവുന്ന രീതിയിലല്ല അവർ കളിയാക്കിയത്. ഇങ്ങനെ നമ്മളെയും അവർ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. അപ്പം നമ്മൾ തിരിച്ചു പറയാം. അങ്ങനെ ഇവൾ തിരിച്ചു പറയത്തില്ല. അപ്പോൾ അവൾക്കത് വിഷമമാണ്. ഞങ്ങൾ പറഞ്ഞാൽ അത് സാരടി, അത് നമുക്ക് അതങ്ങനെ അവർ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവൾ ആണോ അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൾ മനസ്സിൽ വെച്ച് ഇതാക്കിയതായിരിക്കാം. അവളത് പറഞ്ഞ് എന്ന് വെച്ചാൽ ഇവരിങ്ങനെയാണ് പറഞ്ഞ് നമ്മുടെ കൂടെ നടക്കുന്ന ഒരാളാണ്. അവരെ നമ്മൾ ക്ലാസ്സിൽ വെച്ചുള്ള കൂട്ടാണ്. നമ്മളെ കൂടെ എപ്പോഴും വരുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കൊരു നെഗറ്റീവ് വന്നു തുടങ്ങി. ഇവരെന്തോ ഇങ്ങനെയൊക്കെ പറയുന്നു, അപ്പോൾ എന്തോ അത്ര അഹങ്കാരം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങി. അവർക്കെന്തോ ഇത്ര പ്രശ്നം ഇങ്ങനെയൊക്കെ പറയാമോ. നമ്മളെ കൂടെ വന്ന് ഇവളൊരു പാവം കണക്കായിരുന്നു. പാവമാണ്. ഈ ഒരു പരിപാടി വെച്ച് ബാക്കി എല്ലാം അടിപൊളിയാണ്. പാവം കൊച്ച് തന്നെ, ഇപ്പോഴും നല്ലൊരു കൊച്ചാണ്. ഈ ആ ഒരു നെഗറ്റീവ് വെച്ച് ആൾ അടിപൊളിയാണ് ഞാൻ പറയത്തുള്ളൂ. അപ്പം ഇങ്ങനെ പറഞ്ഞ് എന്താ അവരിങ്ങനെ പറഞ്ഞു. അപ്പം നമുക്കൊരു നെഗറ്റീവ് വന്നവർ. അപ്പം നമ്മൾ അവരെക്കുറിച്ച് ഇങ്ങനെ പറയുമല്ലോ. നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ സംസാരിക്കുമല്ലോ, ആരെന്ത് ഇങ്ങനെയാണ് വെച്ചാൽ സ്വഭാവം എപ്പോഴും കളിയാക്കല് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങി. ഇപ്പം അവൾ ഉണ്ടാക്കിയ നെഗറ്റീവാണേ അത്. അപ്പം എപ്പോഴും ഒരു കൊച്ചിനായിട്ട് കളിയാക്കുക എന്തോ നമ്മളില്ലാത്തപ്പോഴും എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പം എന്തിനെ കളിയാക്കുന്ന എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് തുടങ്ങി. അപ്പം നമ്മളതിൻ്റെ ഒരു മറുപടി പറയുമല്ലോ, അത് പറയാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് എന്താ അങ്ങനെ ഉമ്മമാർ ഇങ്ങനെയാണോ അങ്ങനെയാണോ നമ്മളെന്തോ പറഞ്ഞപ്പം ഇത് എന്ന് അവരുടെ അടുത്ത് പറഞ്ഞു. ഇവളെ പറഞ്ഞത് വെച്ചിട്ടാണ് നമ്മളിത് പറഞ്ഞതെന്ന് പറഞ്ഞില്ല, നമ്മളീ പറഞ്ഞത് മാത്രം നമ്മളെ ഇതാക്കുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞത് മാത്രം എന്ന് പറഞ്ഞപ്പം അവർക്ക് നമ്മളടുത്തൊരു നെഗറ്റീവായി. അവരപ്പോൾ അതാണെങ്കിൽ പറഞ്ഞു. അപ്പം ഈ ഞങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണ് അവരത് പറയുന്നതെന്ന് പറയുന്നില്ല. അവർ പറഞ്ഞിട്ട് നമുക്ക് കൊള്ളാവുന്ന രീതിയിലുള്ള സംഭവം മാത്രം നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2 വർഷം എന്ന് പറയാകത്തില്ല, സെക്കൻഡ് സെമ്മ് തേർഡ് സെമ്മ് 2 സെമ്മാന്ന് തോന്നുന്നു. എനിക്ക് ആ സെമ്മിൻ്റെ കണക്ക് എനിക്കറിയത്തില്ല എന്ന് തോന്നുന്നു, എൻ്റെ ഒരു ഊഹം വെച്ച് പറയാം. 2 സെമ്മ് കൊണ്ട് ഇത് നടക്കുന്നു. ഞങ്ങളുടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം. പക്ഷെ ഞങ്ങൾ മിണ്ടുന്നതിന് കുറവൊന്നുമില്ല. ഞങ്ങൾ ഭയങ്കര കമ്പനി, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിന് പറയുന്നത് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്യാൻറ്റീനിൽ പോകുന്നു, സംസാരിക്കുന്നു. ക്ലാസ് ഫ്രീ ടൈമിൽ ഭയങ്കര ഓരോന്ന് ടോപ്പിക്കൊക്കെ പറഞ്ഞ് ഭയങ്കര സംസാരം, ഭയങ്കര കളിയും ചിരിയും, റീൽസ് എടുക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം ഇവരുടെ അടുത്ത് ഒരു ദേഷ്യമുണ്ട്. ഇവരിങ്ങാണല്ലോ എന്നിട്ടാണ് ഇങ്ങനെ ചിരിക്കുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. പക്ഷേ സംഭവം നമ്മളുടെ ഒരു പ്രശ്നമില്ല, അവരുടെ ഒരു പ്രശ്നമില്ല. കൂടുതലൊന്നും പറയുന്നില്ല, കൂടുതൽ പറഞ്ഞത് പറഞ്ഞ് നമ്മുടെ ഒരു പ്രശ്നമില്ല, അവരുടെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇത് ഇവൾ പറഞ്ഞ് നമ്മളൊരു മറുപടി പറയുന്നത്, ആ മറുപടി ചെന്ന് മാത്രം ഇവരുടെ അടുത്ത് പറഞ്ഞ് അവരെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് ഒരു സിതങ്ങ് പൊട്ടിത്തെറിച്ച് അപ്പോൾ ഇവർക്ക് നമ്മൾ ഭയങ്കര ദേഷ്യമായി. അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം, ഇവരെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവർക്കും നമ്മളെ ഭയങ്കര ഇഷ്ടം. പക്ഷേ ഈ ഒരു സംഭവം ഒഴിച്ച് ഉള്ളതാണ് ഭയങ്കര ഇഷ്ടം. എനിക്കൊരു കോള് വീണ്ടും വരുന്നു. എനിക്ക് വീണ്ടും ഒരു കോള് വന്നു, അതുകൊണ്ടാണ് പോയത്. അപ്പോൾ അനുഭവങ്ങൾ പറഞ്ഞ് തീരുന്നില്ല. അപ്പം അങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമായിരുന്നു. പിന്നെ ഒരു വട്ടം പൊട്ടിത്തെറിച്ച എല്ലാ സത്യങ്ങളും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാ സത്യങ്ങളും ഞങ്ങൾ അറിഞ്ഞു. ഇപ്പം എനിക്ക് നിങ്ങളുടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ആരും കാണുവാണെങ്കിൽ ഇപ്പം ആർക്കിങ്ങനെ പോസിറ്റീവ്നെസ് അടിക്കുവാണെങ്കിൽ ഇടയ്ക്കിരുന്ന് ഇങ്ങനെ പണിയാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് പറയാം, അതൊരു തെറ്റല്ല. നിങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിനക്ക് തോന്നുന്നുണ്ടോ, അവിടെ നിങ്ങളങ്ങനെ കൂടുതൽ സംസാരിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ലെന്ന് തന്നെ പറയാം, കുഴപ്പമില്ല. അപ്പോൾ നമുക്കത് അതിനനുസരിച്ച് നിൽക്കരുത്. ഇഷ്ടം കൊണ്ടാണെന്ന് പറയും. പക്ഷേ ഈ ഇഷ്ടം കൊണ്ട് ഇപ്പം കാണിച്ച പരിപാടി അത് നല്ല പരിപാടിയല്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പോൾ വ്ളോഗിൽ പറഞ്ഞുകൊണ്ട് അവർക്കൊക്കെ വിഷമമാവോ എനിക്കറിയത്തില്ല. ഞാൻ ആരും പേരൊന്നും പറയുന്നില്ല, പേര് പറഞ്ഞില്ലല്ലോ. ഞാൻ അവിടെ നമ്മുടെ ഉള്ള പിള്ളേരുടെ പേരിലേ പറഞ്ഞോളൂ. അപ്പം അവരിത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവുമായിരിക്കും. പക്ഷേ നെഗറ്റീവായിട്ടൊന്നും കരുതണ്ട, ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇത് നിങ്ങൾ വേറെ ഡിഗ്രിയിലുള്ള ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അത് വലിയ ഒരു ഇതായിപ്പോയി ഓർക്കുമല്ലേ. അപ്പം നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനെ തോന്നുവാണെങ്കിൽ അവരുടെ തന്നെ പറയാം. പിന്നെ ഇങ്ങനെ ഒരു റീസണും പറയാതെ ഇട്ടിട്ട് പോരുത്. ഇതിപ്പം റിലേഷൻഷിപ്സ് എന്നല്ല, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഹേർട്ടായോ ഒന്നും പറയാതെ ബ്ലോക്ക് ആക്കിയിട്ട് പോയി, ഒന്നും അറിയത്തില്ല ഇതുവരെ. ഇപ്പം പീരിയഡ് ഇപ്പം 2 വർഷം കഴിഞ്ഞ്, 2 വർഷം കൊണ്ട് എനിക്കറിയത്തില്ല. അയാളെ ഇടയ്ക്കൊക്കെ അവിടെ വെച്ച് ഇങ്ങനെ മുഖം വെച്ച് കാണാറുണ്ട്. എന്നെ കാണുമ്പോഴേ ഓടും, എന്തിനാണെന്ന് അറിയത്തില്ല. ഞാൻ എന്തോ കടിക്കാൻ ചെന്നോ അത് കണക്കൊക്കെ തന്നെ
ഇത് കണക്ക് പൊസീനസ് ഉള്ളവർ, രണ്ടാമത് കണക്ക് അനുഭവമുള്ളവർ, പൊസീനസ് ഉള്ളവർ ഡയറക്റ്റ് പറയാം. അപ്പം നമുക്ക് അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാകും. പക്ഷെ ഓവർ പൊസീനസ് ഒരിക്കലും നല്ലതല്ല. അതൊരിക്കലും നിങ്ങളെ എങ്ങും എത്തിക്കത്തുമില്ല. അവർക്ക് നിങ്ങളോട് ഇഷ്ടം പോവുകയും ചെയ്യും. നിങ്ങൾ ഒറ്റയ്ക്കാകത്തേ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ. ഇപ്പോൾ എത്ര മിനിറ്റ് പോയെന്ന് എനിക്കറിയാൻ വയ്യ. അപ്പം ഇത്രയേ ഉള്ളൂ, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എൻ്റെ ഡിഗ്രിയും PG കോളേജ് ലൈഫും അങ്ങനെ തീർന്നു. അങ്ങനെ ആ കോളേജിനോട് ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് വിഷമൊക്കെ ഉണ്ട്. ഇപ്പം ഈ രാജേഷിനൊക്കെ അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം കൂടി മീറ്റപ്പ് അവിടെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പം അതൊക്കെ നല്ല വിഷമമായിരിക്കും. നല്ല മാറ്റങ്ങൾ വേണമല്ലോ, ജീവിതമാകുമ്പോൾ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും, നമ്മളതെല്ലാം അക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുമെങ്കിലും വിഷമമുണ്ട്. അങ്ങനെ കോളേജ് ലൈഫ് തീർന്നു, കുറേ അനുഭവങ്ങളും കിട്ടി. പക്ഷേ അത് അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പം അതൊരു തെറ്റല്ല എന്നേ തോന്നുള്ളൂ. പക്ഷേ തെറ്റാണ്. നിങ്ങളത് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. അത്രേ ഉള്ളൂ. ഇഷ്ടക്കരമൊന്നും എനിക്ക് ആരോടും ഇല്ല. ഇപ്പോൾ തന്നെ ബ്ലോക്കായിട്ട് പോയ ആളല്ലേ, ഇനി വന്ന് മിണ്ടിയാ ഞാൻ മിണ്ടും. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഒരിക്കലും ഞാൻ അയാളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. മിണ്ടിയാ മിണ്ടും, അത് എൻ്റെ ഒരു സ്വഭാവമായി പോയി. മിണ്ടിയാ മിണ്ടും, എന്തൊക്കെയുണ്ട് സുഖമാണോ അത് പറയുകയും ചെയ്യും. കണക്ക് തന്നെ ഇവിടെ അടുത്തും എനിക്ക് ദേഷ്യമൊന്നുമില്ല. ഇപ്പോഴും ഞാൻ മിണ്ടിയൊക്കെ ചെയ്യുമല്ലോ. അത് നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ പറയത്തുള്ളൂ. ആർക്കായാലും നല്ലത് മാത്രം വരട്ടെ, അവർ ഹാപ്പി ആയിട്ടിരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. നമ്മളെ ഇതാക്കിയത് നമ്മൾ പറഞ്ഞല്ലോ, ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുത്തു. ഇനി അത് മുന്നോട്ടുള്ള ലൈഫിൽ അവർ വേണമെങ്കിൽ അതൊരു ഇതായിട്ട് എടുക്കാം. ഇങ്ങനെ ചെയ്യാതിരുന്നാൽ അവർക്ക് നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടും എന്ന് ഞാൻ പറയുന്നു. അതന്നെ അത്രേ ഉള്ളൂ. നിങ്ങളാരും അങ്ങനെ സംഭവങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഭയങ്കര ഹേർട്ടിങ് ആണ്. കാരണം നമ്മുടെ കൂടെ നിന്ന് അങ്ങനെ ചെയ്യുമ്പം അത് അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ശരിയായിരിക്കും, പക്ഷേ അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അത് എല്ലാവരും മനസ്സിലാക്കിയാൽ കൊള്ളാം. എല്ലാവരും എന്ന് വെച്ചാൽ അവർ മനസ്സിലാക്കണം. എല്ലാവരും നിങ്ങളല്ലോ ഉദ്ദേശിച്ചത്. ഇങ്ങനെയുള്ള ആൾക്കാർ എല്ലാവർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇങ്ങനെയല്ല. ഇത് ചെറിയ അനുഭവം. എൻ്റെ സ്കൂൾ ലൈഫിലെ അനുഭവങ്ങൾ ഞാൻ പറയാതിരിക്കാൻ നല്ലത്. ടീച്ചർമാരൊക്കെ അടിപൊളിയാണ്, ഒന്നും പറയുന്നില്ല. എല്ലാം ഇപ്പോഴും ഓർക്കുമ്പം ഓരോ പിള്ളേർ ടീച്ചർമാരെന്തോ പറഞ്ഞ് ഒരു കൊച്ചു ഇങ്ങനെ ആത്മഹത്യ ചെയ്തായിരുന്നല്ലോ. എന്തോ പറഞ്ഞപ്പം ആ കൊച്ചിന് മാർക്ക് പറഞ്ഞ ആളെ പിടിച്ച് തോപ്പിച്ചിരുത്തിയെന്നോ അങ്ങനെ. ഞങ്ങളുടെ സ്കൂളിൽ നടത്തിയതൊന്നും പറയുന്നില്ലേ. അതിപ്പോൾ ആലോചിക്കുമ്പം ഒരുമാതിരിയാണ്. ഒട്ടും ഇഷ്ടമല്ല എനിക്ക് പറയാൻ, ഓർക്കാനേ ഇഷ്ടമല്ല. ഞാൻ സ്കൂളിലോട്ട് തിരിച്ചു പോകത്തുള്ളൂ. ഞാൻ 10th ഇറങ്ങി +1 കയറിയ സമയത്തൊന്നും പോയായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ സ്കൂളിൽ കയറിയിട്ടില്ല. ആനുവൽ ഡേ ഒക്കെ ഉണ്ട്. ആ സ്കൂളിൽ കയറാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. സത്യം പറഞ്ഞാൽ ഒരുപാട് അനുഭവം അതൊക്കെ എന്നുവെച്ചാൽ ആ സമയത്ത് ഞാൻ അതൊക്കെ വിഷമിച്ച് കരഞ്ഞെങ്കിലും അതൊക്കെ ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കാൻ സമയമെടുത്തു എന്നുള്ളതാണ് സംഭവം. അപ്പം എനിക്കിപ്പം ഈ 2 അനുഭവങ്ങളൊന്നും പറയാനുള്ള ഇങ്ങനെ ഒന്നും ആരും ചെയ്യരുത്. കൂട്ടുകാരോട് അവർ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾ ഇതുകൊണ്ടൊന്നും നേടത്തില്ല. നിങ്ങൾ ആരെ സമ്പാദിക്കാൻ പോകുന്നില്ല, ആരുടെ ഇഷ്ടം നിങ്ങൾ ഇതുകൊണ്ട് സമ്പാദിക്കത്തില്ല എന്നതാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവും ഉറപ്പായിട്ടും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഈ ലോകത്ത് ആരിലും ജീവിക്കാൻ പറ്റും? ലോകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഉറപ്പാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ പറയത്തുള്ളൂ, അങ്ങനെ അനുഭവങ്ങളില്ലെങ്കിൽ. അപ്പം ആരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, ആരെ ഹേർട്ടാവാൻ ചെയ്യരുത്. അതൊരു എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നടന്ന കാര്യമാണ്, ഇല്ലാത്തതൊന്നും പറഞ്ഞില്ലേ, നടന്ന കാര്യങ്ങളാണ്. ആരോടും എനിക്കൊരു ദേഷ്യമില്ല. ഇപ്പോൾ വന്ന് മിണ്ടിയാലും എൻ്റെ അടുത്ത് അവർ ഇനി എങ്ങനെ നിന്നാലും ഫ്രണ്ടായിട്ട് എന്തായാലും ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആളെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഡിഗ്രിയിലെ ആളെ ഞാൻ ഒരിക്കലും ഇനി ഫ്രണ്ടായിട്ട് അക്സെപ്റ്റ് ചെയ്യത്തില്ല. മിണ്ടി ഹായ് ബൈ ഓക്കെയാണ്. ഞാൻ വന്ന് മിണ്ടും, ഞാൻ മിണ്ടും, നല്ല കാര്യങ്ങൾ സംസാരിക്കുക, അത്രേ ഉള്ളൂ. ഫ്രണ്ടായിട്ട് ഇനിയായിട്ട് ആളെ ഞാൻ എടുക്കത്തില്ല. ഇപ്പോൾ രണ്ടാമത് പറഞ്ഞത് ഫ്രണ്ടായിട്ട് എടുക്കുമെന്ന് വെച്ചാൽ അയാൾ അതെനിക്ക് സിൻസിയറായിട്ട് എൻ്റെ അടുത്ത് കാണിച്ചാൽ ഞാൻ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ മിണ്ടും, എനിക്ക് കുഴപ്പമൊന്നുമില്ല. 2 പേർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പറയത്തുള്ളൂ. അവരവരുടെ ലൈഫായിട്ട് നല്ലോണം പോട്ടെ, ഒക്കെ എല്ലാം നേരത്തിൻ്റെ അത്രേ ഉള്ളൂ. അവരുടെ ലൈഫായിട്ട് നല്ലോണം പോട്ടെ, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ക്ഷമിക്കുന്നത് ഒരു വലിയ സംഭവമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എല്ലാവരോടും ക്ഷമിക്കും. ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റുകൾ ചെയ്തുകൊണ്ട് ക്ഷമിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും ക്ഷമിക്കണമല്ലോ. ഒരു തെറ്റൊക്കെ ആർക്കാ പറ്റാത്ത, അത്രേ ഉള്ളൂ. ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. എൻ്റെ അനുഭവങ്ങൾ കേട്ട് നിങ്ങൾക്ക് ചിരി വരുമോ താരിൽ കാണുമെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ. ഇതിൽ കൂടുതലും ഉണ്ട്. ഇപ്പം തൽക്കാലത്തേക്ക് ഇത്രേ പറയുന്നുള്ളൂ. അപ്പം കോളേജ് ലൈഫ് ഇത്ര അനുഭവങ്ങൾ അതല്ല ഞാൻ പറഞ്ഞത്. ലൈഫിലുണ്ടായ അനുഭവങ്ങൾ ഇതിൽ കൂടുതലാണ്.
അതൊരു ഒന്നല്ല ഒരു 5-6 സിനിമയൊക്കെ ഇറക്കാം, അതാണ് കാണാം. അപ്പം ഇത്രയേ ഉള്ളൂ, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.